സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള 3 വ്യത്യസ്തമായ മാർഗ്ഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതായത് ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ദർ ആർ മെനി മെത്തേഡ്സ്. അതിൽ 3 മെത്തേഡ് മാത്രം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. ആ 3 മെത്തേഡിലൂടെയും ഒരേ പ്രോബ്ലം തന്നെ ചെയ്തിട്ട് അതിൻ്റെ ആൻസറിലെത്തിയതും കാണിക്കുന്നുണ്ട്. ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കാണാം. സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പാഠഭാഗത്ത് ആദ്യം പഠിച്ചിട്ടുള്ള ശ്രേണിയുടെ ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദി സീക്വൻസ് അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്ര കണ്ടുപിടിക്കാൻ dn+f-d എന്ന സൂത്രമാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ d എന്നത് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ്. f ശ്രേണിയുടെ ആദ്യ പദമാണ്. d ഈസ് കോമൺ ഡിഫറൻസ്, f ഈസ് ദി ഫസ്റ്റ് ടേം. അപ്പോൾ dn+f-d എന്ന് പറയുമ്പോൾ ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിതം കണ്ടുപിടിക്കുമ്പോൾ സാധാരണയായിട്ട് അതിന് 2 പാർട്ട് ഉണ്ടാവും. അതിലെ ഫസ്റ്റ് പാർട്ടാണ് dn. dn എന്നത് n എന്ന വേരിയബിളിൻ്റെ n എന്ന ചരത്തിൻ്റെ കൂടെ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം വരുന്ന ഭാഗമാണ് ശ്രേണിയുടെ ഓൾജിബ്രയിലെ ആദ്യ ഭാഗം dn. ഉദാഹരണത്തിന് 10, 12, 14 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയാണെങ്കിൽ ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം 2 ആണ്. അപ്പോൾ ശ്രേണിയുടെ ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്ര എഴുതുമ്പോൾ 2n അല്ലെങ്കിൽ 2n എന്നാണ് അതിൻ്റെ ആദ്യ ഭാഗം ഉണ്ടാവുക. രണ്ടാമത്തെ ഭാഗം f-d, അതായത് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കിയാൽ 10, 12, 14 എക്സെട്ര എന്ന ശ്രേണിയിൽ ആദ്യ പദം 10 ആണ്. ആ 10ൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 10 കുറയ്ക്കണം 2 സമം 8 ആണ്. അപ്പോൾ 10, 12, 14 എക്സെട്ര എന്ന ശ്രേണിയുടെ ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്ര 2n+8 എന്നാണ് വരിക. 2n+8. ആദ്യ ഭാഗത്ത് പൊതുവ്യത്യാസത്തിൻ്റെ കൂടെ n എന്ന വേരിയബിൾ, n എന്ന അക്ഷരം ചേർത്ത് എഴുതണം. രണ്ടാമത്തെ ഭാഗത്ത് ഒരു സംഖ്യയാണ് ഉണ്ടാവുക. ആ സംഖ്യ ശ്രേണിയുടെ ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചതായിരിക്കും. ഇനി നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് പരിചയപ്പെടാം. സം ഈക്വൽ ടു, സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ സം ഈക്വൽ ടു a+b. a+b ആണ് ശ്രേണിയുടെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം. പ്ലസ് പൊതുവ്യത്യാസം ഇവിടെ a ആണ്. അതുകൊണ്ട് രണ്ടാം പദം 2a+b, ഒരു a അതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെട്ടു. പ്ലസ് അടുത്ത പദത്തിൽ വീണ്ടും ഒരു a കൂട്ടി 3a+b, അങ്ങനെ എക്സെട്ര. പ്ലസ് അതിൻ്റെ അവസാന പദം ശ്രേണിയുടെ ബീജഗണിതത്തിൻ്റെ പൊതുരൂപമാണ് an+b. ഇവിടെ n ബ്രാക്കറ്റുകളാണ് നമ്മുടെ തുകയിൽ ഉള്ളത്. അതിൽ എല്ലാ ബ്രാക്കറ്റിലും b എന്ന പദം ഉണ്ട്. അതോടൊപ്പം ആദ്യത്തെ ബ്രാക്കറ്റിൽ a, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ 2a, മൂന്നാമത്തെ ബ്രാക്കറ്റിൽ 3a എക്സെട്ര, അവസാനത്തെ ബ്രാക്കറ്റിൽ na. ഇവിടെ തുക കാണാനുള്ള എളുപ്പത്തിനു വേണ്ടി നമ്മൾ Sn ഈക്വൽ ടു അതിൽ എല്ലാ ബ്രാക്കറ്റിലുമുള്ള എയും 2aയും 3aയും 4aയും അങ്ങനെ a ഉൾപ്പെടുന്ന പദങ്ങൾ മാത്രം നമ്മൾ ഒരു ബ്രാക്കറ്റിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ a+, 2a+, 3a+, 4a+, എക്സെട്ര പ്ലസ് na എന്ന് വരും. a ഉൾപ്പെടുന്ന പദങ്ങൾ മാത്രം. പ്ലസ് അതിൻ്റെ കൂടെ b ഉൾപ്പെടുന്ന പദം b+, എക്സെട്ര. അപ്പോൾ ആ ബ്രാക്കറ്റിൽ n എണ്ണം ബികളുണ്ടാകും. ഫസ്റ്റ് ബ്രാക്കറ്റിൽ a+, 2a+, 3a+, എക്സെട്ര പ്ലസ് na ആണ്. അവിടെ a പൊതുഘടകം അല്ലെങ്കിൽ കോമൺ ഫാക്ടറാണ്. അത് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ a ഇൻറ്റു അവിടെ ബാക്കി വരിക 1+, 2+, 3+, എക്സെട്ര പ്ലസ് n എന്നാണ്. പ്ലസ് അടുത്ത ബ്രാക്കറ്റിൽ b എന്ന അക്ഷരം n പ്രാവശ്യം കൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരം nb എന്ന് വരും. അപ്പോൾ a ഇൻറ്റു 1+, 2+, 3+, എക്സെട്ര പ്ലസ് n പ്ലസ് nb. ഇനി ആ ആദ്യ ബ്രാക്കറ്റിൽ കാണുന്ന 1+, 2+, 3+, എക്സെട്ര പ്ലസ് n എന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അതിൻ്റെ സൂത്രം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്, n ഇൻറ്റു n+1/2. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് a ഇൻറ്റു മുകളിലെ ആ ബ്രാക്കറ്റിന് പകരം n ഇൻറ്റു n+1/2 വന്നു പ്ലസ് nb.
അപ്പോൾ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് an ഇൻറ്റു n+1/2 പ്ലസ് bn. ഇവിടെ എയും ബിയും സമാന്തര ശ്രേണിയുടെ ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ അവിടെ വരുന്ന an+b എന്നാണല്ലോ നമ്മൾ ബീജഗണിതം എഴുതുക. അവിടെ എന്നിൻ്റെ ഗുണോത്തരമാണ്, എന്നിൻ്റെ കോയിഫിഷ്യൻ്റാണ് എ, അതായത് ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ് എ. ബി എന്നത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, സ്ഥിരസംഖ്യയായിട്ട് വരുന്ന ഭാഗം. അപ്പോൾ a ഇൻറ്റു n+1/2 പ്ലസ് bn, ഇതാണ് സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ്, തുക കാണാനുള്ള ഒന്നാമത്തെ സൂത്രം. ഇനി നമുക്ക് ഈ സൂത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ് 10, 14, 18 എക്സെട്ര. അതായത് 10, 14, 18 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക, ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മെത്തേഡാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ശ്രേണിയുടെ ബീജഗണിതം അല്ലെങ്കിൽ ഓൾജിബ്ര ആവശ്യമുണ്ട്. xn സമം dn പ്ലസ് f-d. ഇവിടെ d എന്ന പൊതുവ്യത്യാസം 4 അപ്പോൾ 4n പ്ലസ് f-d 10 - 4 സമം 4n പ്ലസ് 6. അപ്പോൾ 4n പ്ലസ് 6 ആണ് ശ്രേണിയുടെ ഓൾജിബ്ര. അപ്പോൾ ഓൾജിബ്രയും ജനറൽ ഫോമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ a = 4, b = 6. ഇവിടെ 20 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് n = 20. എത്ര പദങ്ങളുടെ തുകയാണോ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പദങ്ങളുടെ എണ്ണമാണ് n. അപ്പോൾ നമ്മുടെ സൂത്രവാക്യത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ട വാല്യൂസ് മുഴുവൻ നമുക്ക് കിട്ടി. a = 4, b = 6, n = 20. അപ്പോൾ ഇനി നമുക്ക് സൂത്രം എഴുതാം. സം ഈക്വൽ ടു a ഇൻറ്റു n ഇൻറ്റു n+1/2 പ്ലസ് bn സമം 4 ഇൻറ്റു n-ന് പകരം 20 ഇൻറ്റു n+1-ന് പകരം 21/2 പ്ലസ് 6 ഇൻറ്റു 20. 4 ഇൻറ്റു 20 ഇൻറ്റു 21/2 പ്ലസ് 6 ഇൻറ്റു 20. 4 ഇൻറ്റു 20 ഇൻറ്റു 21/2 ലഘൂകരിക്കുമ്പോൾ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 840 വരും. പ്ലസ് 6 ഇൻറ്റു 20 120. 840 പ്ലസ് 120 സമം 960. 960 ആണ് ഇതിൻ്റെ സമ്മ്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫോർമുല Sn = a ഇൻറ്റു n ഇൻറ്റു n+1/2 പ്ലസ് bn എന്നാണ്. സമം ഈ a ഇൻറ്റു n ഇൻറ്റു n+1/2ലെ /2 പൊതുഛേദമാണ്, കോമൺ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അതിനെ 1/2 ആക്കി നീക്കി എഴുതിയാൽ 1/2 ഇൻറ്റു an ഇൻറ്റു n+1 പ്ലസ് bn എന്ന് വരും. അടുത്ത സ്റ്റെപ്പ് 1/2 ഇൻറ്റു an ഇൻറ്റു n+1 പ്ലസ് bn എന്ന പദത്തിൻ്റെ അംശത്തെയും ഛേദത്തെയും 2 കൊണ്ട് ഗുണിക്കുന്നു. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 2bn/2 എന്ന് വരും. അപ്പോൾ ഈ രണ്ട് പദങ്ങളിലും n/2 എന്നതിനെ പൊതുഘടകമായ അല്ലെങ്കിൽ കോമൺ ഫാക്ടറായിട്ട് നമുക്ക് നീക്കി എഴുതാം. അപ്പോൾ n/2 ഇൻറ്റു ആദ്യത്തെ പദത്തിൽ ബാക്കിയുള്ളത് an ഇൻറ്റു n+1 പ്ലസ് രണ്ടാമത്തതിൽ ബാക്കിയുള്ളത് 2b. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് n/2 ഇൻറ്റു a ഇൻറ്റു n+1 പ്ലസ് 2b എന്നായിട്ട് മാറും. അടുത്ത സ്റ്റെപ്പ് n/2 ഇൻറ്റു a ഇൻറ്റു n+1 എന്ന ബ്രാക്കറ്റിനെ a എന്ന പദത്തെ ബ്രാക്കറ്റിനുള്ളിലെ n+1 n കൊണ്ടും 1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ a ഇൻറ്റു n an, a ഇൻറ്റു 1 a പ്ലസ് 2b എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് n/2 ഇൻറ്റു an പ്ലസ് a പ്ലസ് 2b. അടുത്ത സ്റ്റെപ്പിൽ ഈ 2b എന്നതിനെ b പ്ലസ് b എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ n/2 ഇൻറ്റു an പ്ലസ് a പ്ലസ് b പ്ലസ് b എന്ന് വരും. ഇവിടെ n/2 ഇൻറ്റു ആ 4 പദങ്ങളിൽ ഒരു a പ്ലസ് b ഇടത് ഭാഗത്തേക്കും ശേഷിക്കുന്ന an പ്ലസ് b വലത് ഭാഗത്തേക്ക് നീക്കി എഴുതിയാൽ
n/2 ഇൻറ്റു a പ്ലസ് ബി പ്ലസ് an+b എന്ന് വരും. നമുക്കറിയാം an+b എന്നത് സമാന്തര ശ്രേണിയുടെ പൊതുരൂപമാണ് അല്ലേ, അത് n-ാം പദമാണ്. അപ്പോൾ an+b സമാന്തര ശ്രേണിയുടെ അവസാന പദമായിട്ടും a+b സമാന്തര ശ്രേണിയുടെ ആദ്യ പദമായിട്ടും നമുക്ക് പരിഗണിക്കാം. a+b ഈസ് ദി ഫസ്റ്റ് ടേം ആൻഡ് an+b ഈസ് ദി ലാസ്റ്റ് ടേം. ദെർഫോർ Sn ഈക്വൽ ടു n/2 ഇൻറ്റു a+bക്ക് പകരം ഫസ്റ്റ് ടേം x1 എന്നും an+bക്ക് പകരം ലാസ്റ്റ് ടേം xn എന്നും എഴുതിയാൽ നമ്മുടെ തുക കാണാനുള്ള സൂത്രം Sn ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ദാറ്റ് ഈസ് n/2 ഇൻറ്റു x1 പ്ലസ് xn. വളരെ ലളിതമായ സൂത്രമാണ് തുക കാണാനുള്ള n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നത്. തുക കാണാനുള്ള ചോദ്യത്തിൽ നമുക്ക് ശ്രേണി തരും എന്നതുകൊണ്ട് x1 അതായത് ആദ്യ പദം ചോദ്യത്തിൽ തന്നെ ഉണ്ടാകും. അവസാന പദം നമ്മൾ സമാന്തര ശ്രേണിയുടെ ബീജഗണിതത്തിൽ വില കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആദ്യ പദത്തോട് നിശ്ചിത എണ്ണം പൊതുവ്യത്യാസങ്ങൾ കൂട്ടിയിട്ടോ കണ്ടുപിടിക്കണം. Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഫോർമുല ഓർത്ത് വെക്കുക. നമ്മൾ നേരത്തെ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത സെയിം പ്രോബ്ലം ഈ ഫോർമുല വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. Find the sum of first 20 terms of the sequence 10, 14, 18. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ ശ്രേണിയുടെ ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം കണ്ടെത്തിയാൽ 4n പ്ലസ് 6 എന്ന് വരും. അപ്പോൾ ശ്രേണിയുടെ n-ാം പദമാണ് 4n പ്ലസ് 6, nth ടേം. ലാസ്റ്റ് ടേമായ 20th ടേം അല്ലെങ്കിൽ 20ാം പദം കാണാൻ അവിടെ n-ന് പകരം 20 എന്ന വില കൊടുത്താൽ മതിയാകും. x20 ഈക്വൽ ടു 4 ഇൻറ്റു 20 പ്ലസ് 6. 4 ഇൻറ്റു 20 4 ഇൻറ്റു 20 80 ആണ്. അപ്പോൾ 80 പ്ലസ് 6 86. അപ്പോൾ ഈ ശ്രേണിയുടെ 20ാം പദം 86 ആണ്. അപ്പോൾ നമുക്ക് തുക കാണാനുള്ള സൂത്രവാക്യം ഉപയോഗിക്കാം. Sn സമം n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. Sn ഈക്വൽ ടു 20ാമത്തെ പദം നമ്മൾ കണ്ടെത്തി. 20 പദങ്ങളുടെ തുക സമം 20/2 ഇൻറ്റു ആദ്യ പദം 10 ആണ് പ്ലസ് അവസാന പദം 86 സമം 20/2 10 ഗുണിക്കണം 10 പ്ലസ് 86 96. അപ്പോൾ 10 ഇൻറ്റു 96 സമം 960. നേരത്തെ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടിയ അതേ സമ്മാണ് 960. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് നോക്കാം. നേരത്തെ ആദ്യം നമ്മൾ ഡിറൈവ് ചെയ്ത ഫോർമുല Sn ഈക്വൽ ടു 1/2 ഇൻറ്റു an ഇൻറ്റു n+1 പ്ലസ് bn. അവിടെ 1/2 an എന്നത് പൊതുഘടകമാണ്. അതിനെ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 an ഇൻറ്റു n 1/2 an സ്ക്വയർ പ്ലസ് 1/2 an ഇൻറ്റു 1 1/2 an പ്ലസ് bn എന്നത് നമുക്ക് nb എന്ന് എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പ് 1/2 an സ്ക്വയർ പ്ലസ് അടുത്ത രണ്ട് പദങ്ങളിലും n എന്നത് കോമൺ ഫാക്ടറാണ്, പൊതുഘടകമാണ്. അത് പുറത്തെടുത്താൽ n ഇൻറ്റു 1/2 a പ്ലസ് b എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടേമിൽ 1/2 a n സ്ക്വയർ, n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് അല്ലെങ്കിൽ n സ്ക്വയറിൻ്റെ ഗുണോത്തരം 1/2 a ആണ്. നമുക്കറിയാം a എന്നത് ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് ആണ്, പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസത്തിൻ്റെ ഹാഫാണ് n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ്. അതിനെ നമുക്ക് p എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. അതുപോലെ n ഇൻറ്റു ഹാഫ് a പ്ലസ് b എന്നാണ്. ആ ഹാഫ് a പ്ലസ് b എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിൻ്റെ പകുതി പ്ലസ് b ആണ്. അതിനെ നമുക്ക് q എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക Sn ഈക്വൽ ടു pn² പ്ലസ് qn. ഇത് ഒരു സമാന്തര ശ്രേണിയിലെ സമ്മിൻ്റെ ജനറൽ ഫോമാണ്, pn² പ്ലസ് qn. ഇവിടെ p എന്നത് അതിൻ്റെ കോമൺ ഡിഫറൻസിൻ്റെ ഹാഫും p പ്ലസ് q എന്നത് ഫസ്റ്റ് ടേമുമാണ്. അപ്പോൾ ശ്രേണിയുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയാണ് p പ്ലസ് q എന്നത് ആ ശ്രേണിയുടെ ഫസ്റ്റ് ടേമാണ്, ആദ്യ പദമാണ്. ഈ സൂത്രം ഉപയോഗിച്ച്, അതായത് pn² പ്ലസ് qn എന്ന സമ്മിൻ്റെ ജനറൽ ഫോം ഉപയോഗിച്ച് എങ്ങനെ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക അല്ലെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം ഈ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം.
ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ് 10, 14, 18 എക്സെട്ര. അപ്പോൾ നമ്മളിവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 4 എന്നെഴുതുന്നു. പി എന്നത് പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയാണല്ലോ, ഹാഫ് ഓഫ് ദി കോമൺ ഡിഫറൻസ്. ദർഫോർ പി ഈക്വൽ ടു 2. ക്യൂ ആദ്യ പദത്തിൽ നിന്ന് ഈ കോമൺ ഡിഫറൻസിൻ്റെ ഹാഫ് മൈനസ് ചെയ്തതാണ് ക്യൂ. അപ്പോൾ ക്യൂ ഈക്വൽ ടു 10 - 2 ഈക്വൽ ടു 8. അപ്പോൾ പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ സമ്മിൻ്റെ ഓൾജിബ്ര എസ് എൻ ഈക്വൽ ടു pn² പ്ലസ് qn. അവിടെ പി ക്യൂ എന്നീ ചരങ്ങൾക്ക് കൊടുക്കേണ്ട വില 2ഉം 8ഉം ആണെന്ന് മനസ്സിലായി. ഇനി 20 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n ഈക്വൽ ടു 20 ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ നമ്മൾ n-ന് 20 എന്ന വാല്യൂവും പിക്ക് 2 എന്ന വാല്യൂവും ക്യൂവിന് 8 എന്ന വാല്യൂവും കൊടുത്താൽ നമുക്ക് ആൻസറിലെത്താം. എസ് എൻ ഈക്വൽ ടു pn² പ്ലസ് qn. S20 ഈക്വൽ ടു 2 × 20² പ്ലസ് 8 × 20. അതായത് പിയുടെ സ്ഥാനത്ത് 2 എന്ന വിലയും എന്നിൻ്റെ സ്ഥാനത്ത് 20 എന്ന വിലയും ക്യൂവിൻ്റെ സ്ഥാനത്ത് 8 എന്ന വിലയും കൊടുത്തു. 20ൻ്റെ സ്ക്വയർ 400 ആണ്. അപ്പോൾ 2 × 20² പകരം 400 പ്ലസ് 8 × 20 160. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 2 × 400 800 പ്ലസ് 160 സമം 960. ആദ്യത്തെ 2 മെത്തേഡിൽ ഇതേ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയപ്പോൾ 960 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് ഈ മെത്തേഡിൽ ഏത് രീതിയും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി സെലക്ട് ചെയ്യേണ്ടതുകൊണ്ട് പൊതുവ്യത്യാസം ഒരു ഈവൺ നമ്പർ അല്ലെങ്കിൽ ഒറ്റസംഖ്യയാകുമ്പോൾ നമ്മൾ പകുതി എടുക്കുമ്പോൾ അത് ഒരു ഫ്രാക്ഷനോ അല്ലെങ്കിൽ ഡെസിമലോ ആയി മാറുന്നതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ആദ്യത്തെ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒന്നാണ് നന്നാവുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് മാർഗം ഉപയോഗിച്ചും അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണാം. നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇതുപോലെയുള്ള കുറേ വീഡിയോകളുമായിട്ട് ഈ ചാനൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.